ഇന്റിമേഷൻ എടുക്കാൻ വന്നതാ സാറേ. മനസ്സിലായി. ആ, SR കോളേജിലെ ലെക്ചറർ ആണല്ലേ രാജീവ്? ആ ആ, ഐ ആം CI സഹദേവൻ. പരിചയപ്പെട്ടല്ലോ, സന്തോഷമുണ്ട്. സാറിന്റെ മുഴുവൻ പേര്? രാജീവ് രംഗനാഥ്. സാറിന്റെ നാട്? ഞങ്ങള് ഇവിടുത്തുകാരല്ല, തക്കലക്കാരാ. ഇവിടെ ജോലിക്ക് വന്നേ ഉള്ളൂ. നോടിയേ. അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അല്ല, ഫാമിലി ആയിട്ടാ. ഫാമിലി എന്ന് പറഞ്ഞ? വൈഫുണ്ട്, പിന്നെ അമ്മവനും. ഇതാണോ വൈഫ്? അതെ. ഈ അമ്മവനും? അവര് എത്തിയിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ സാറ് കൃത്യമായിട്ട് ഓർമ്മിച്ച് പറയണം. ഇപ്പൊ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിന് മുന്നോട്ട് നീങ്ങുക. ആരെയും പേടിക്കുകയും ഭയക്കുകയൊന്നും വേണ്ട. പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സാറ് ചോദിച്ചോ? ആരാ സാറിനെ വെട്ടിയത്? വിഷ്ണുട്ടാ, വേഗം വാ. സാർ ഇതുവരെ പറഞ്ഞില്ല ആരാ സാറിനെ വെട്ടിയതെന്ന്. അത് എനിക്കറിയില്ല സാർ. എന്നുവെച്ചാ സാറിന് പരിചയമുള്ള ആരുമല്ല വെട്ടിയത്? അല്ല. ഒരാൾ ഒറ്റയ്ക്കായിരുന്നോ അതോ സംഘം ചേർന്നാണോ വെട്ടിയത്? അവര് കുറച്ചുപേരുണ്ടായിരുന്നു. ആ, സംഭവം സാറിനൊന്ന് വിവരിക്കാൻ പറ്റുമോ? അവര് ചോദിക്കുന്ന പണം എടുത്ത് കൊടുക്കുകയും ചെയ്യും. ആ ഗ്യാങ്ങിൽ കുറച്ചുപേരെ എനിക്കറിയാം. അവര് എന്റെ തന്നെ സ്റ്റുഡൻസാ. മനോവിനാഥ് എന്ന് പറയുന്നൊരു പയ്യൻ അവരുടെ ലീഡർ. ഒരു തലതെറിച്ച പയ്യനാ. കോളേജ് മാനേജ്മെന്റ് അവന് പലവട്ടം വാണിംഗ് നൽകിയതുവാ. പാരമ്പര്യമായിട്ട് കിട്ടിയ പൂത്ത പണവും വിദേശത്തുള്ള അച്ഛനമ്മമാര് കൊടുത്ത അമിത സ്വാതന്ത്ര്യ അവനെ വഷളാക്കിയത്. മനോവിനാഥ്. അപ്പൊ സാറിനെ വെട്ടിയതാരാ? പോൾസൺ. ബോധം മറയുന്നതിന് മുന്നേ ആ പേരെന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. പിന്നെ സാർ ഇതെന്തൊന്നും പോലീസോട് പറയാതിരുന്നേ? പറഞ്ഞില്ലേ, നമ്മുടെ ശ്യാമ കൂടെ ഉൾപ്പെട്ട കേസായത്. ഈ കേസിന് പുറകെ ഒരു അന്വേഷണം ഉണ്ടായ അവള് കുടുങ്ങും. മയക്കുമരുന്ന് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് വിഷ്ണുവിന് അറിയാലോ. അവക്കൊരു പോറല് പോലും ഏക്കാത്ത വിധം സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. വാർത്ത ലീക്കായ അതിലുൾപ്പെട്ടവരാരൊക്കെയാണെന്ന് പുറലോകം അറിയും. പത്രത്തിലും ചാനലിലൊക്കെ വാർത്തയാവും. പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നാണ് നിയമമെങ്കിലും സോഷ്യൽ മീഡിയ അവരെ ചെകഞ്ഞെടുക്കും. നമ്മുടെ ശ്യാമിക്ക് പിന്നെ നല്ലൊരു ജീവിതവും ഭാവി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ആലോചിച്ചപ്പോ എനിക്കത് ശരിയാന്ന് തോന്നി. സഹദേവൻ അന്വേഷിച്ചാൽ ശരിയാവില്ല. അയാള് വാദി പ്രതിയാക്കും. അതുകൊണ്ടാ. രാജീവ് സാറിന് ആരാ വെട്ടിയത് അതറിയണ്ടേ? സാറിന് അങ്ങനെ ശത്രുക്കളൊന്നുമില്ലല്ലോ. സാറ് സംസാരിച്ചു വെച്ച് നോക്കുമ്പോ അതൊരു കൊട്ടേഷൻ ടീമാന്ന് എനിക്ക് തോന്നുന്നത്.
മിക്കവാറും ആളും മാറിയിട്ട് വെട്ടിയതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവോ മോനെ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊട്ടേഷൻ ആണെങ്കിൽ ആള് മാറി വിവരം അവരറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോ അവരുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും പോലീസിന്റെ സഹായം ഇല്ലാതെ എങ്ങനെയാ അത് ഉറപ്പുവരുത്തുന്നത്? അല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്താം. പിന്നെ ഞാനറിയാത്ത കൊട്ടേഷൻ കേക്കൊന്നും ഇല്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം. അപ്പോഴേ ഞാനും മോനെ, മോനും കൂടെ എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടല്ലേ? ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. നിങ്ങളെ റൂമിലേക്കല്ലേ, സാറോട് ഒറ്റയ്ക്കല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരു സ്ഥലം വരെ പോണം. ഇതിലല്ല, അതില്. നിങ്ങളൊന്ന് പോയേ, എനിക്ക് പോണം. നീ വരും, ഞാൻ പറയുന്നിടത്തേക്കെല്ലാം. തീപ്പെട്ടിയല്ല, തീ തന്നെ തരുന്നുണ്ടോ നിനക്ക് ഞാൻ? വിഴുങ്ങാൻ തയ്യാറായിക്കോ. ഞാൻ നോയിക്കോളെന്ന് പറഞ്ഞില്ലേ പോളെ? എന്തൊക്കെയായാലും അവനോട് എത്തിയല്ലേ പറ്റൂ. എന്താ അമ്മേ? ആ പെണ്ണിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ശ്യാമേ, ഫോൺ സ്വിച്ച്ഡ് ഓഫാ. ശാലിനി എവിടെ? അവളൊരു ഓട്ടോ പിടിച്ചോണ്ട് വരാൻ പോയിരിക്കുക. വിഷ്ണുമോനെ എങ്ങോട്ടും അത്യാവശ്യമായിട്ട് പോയിരിക്കുക. അപ്പൊ നിങ്ങൾ ഇറങ്ങുവാണോ? പോയിട്ട് വരാം മോളെ. ഇനിയിപ്പോ ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിഷ്ണു ഉണ്ടാവും. ഉറക്കമല്ലേ? ആ, മരുന്നിന്റെ ക്ഷീണം ഉണ്ടാവും. വിജയ, നിനക്ക് ഹൃദയത്തിന് അസുഖമുള്ളതാ. ഇവനിങ്ങനെ കിടക്കുമ്പോ ഞാൻ വിജയലക്ഷ്മി, ഒന്ന് സമാധാനപ്പെട്. അതിന് മാത്രമൊന്നും ഇല്ല. അതിന് മാത്രമൊന്നും ഇല്ലെന്നോ? അപ്പൊ ഇതിൽ കൂടുതൽ വേണമായിരുന്നാണോ നിങ്ങൾ പറയുന്നേ? അതെ, നിങ്ങളുടെ മക്കളെ കിടപ്പ് കിടക്കുമ്പോഴേ നിങ്ങൾക്ക് അതെണ്ണം മനസ്സിലാവും. അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത്? സങ്കടം കൊണ്ടാണോ? വെച്ച വയറിന്റെ വേദന നിനക്ക് മനസ്സിലാവോ? ഈ ഹോസ്പിറ്റൽ എടുത്തങ്ങ് തിരിച്ചു വെച്ചാലേ ആ വേദന എന്തെണ്ണ അങ്ങ് മാറുമോ? ചുമ്മാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ചുമ്മാ നിലവിളി അട്ടഹാസമൊക്കെ. ആഹാ, വല്ലവന്റെ വെട്ടുകൊണ്ട് വന്ന് കിടക്കുമ്പോ നിനക്ക് നാണക്കേടൊന്നും ഇല്ലല്ലേ? ഈ അമ്മക്ക് ഇതെന്താ? ആ, എന്റെ മനെ വെട്ടിമുറിച്ചിട്ടിരിക്കുന്ന കണ്ടി ഞാൻ മിണ്ടായിരിക്കണോടി. അതിനാര് വെട്ടിമുറിച്ചെന്നാ? മോളെ, നീ ഒന്നും മിണ്ടായിരിക്കേ. അവള് മിണ്ടാതിരിക്കില്ല. എന്റെ മോനെ ഈ നിലയിലാക്കിയിട്ടേ അവക്ക് തൃപ്തിയായിട്ടില്ല. ഇവളുടെ പെറ്റ തല്ലട മുന്നിൽ വെച്ച് തല്ലടി. നിന്റെ അമ്മ പറഞ്ഞതിൽ ന്യായം ഉണ്ടടാ. അലമ്പും ബഹളവും ഒക്കെ ഇപ്പൊ പതിവായി. നിനക്കൊരു തട്ടുകേട് പറ്റിയപ്പോ വീണ്ടും ഇവളങ്ങോട്ട് കയറി ഒട്ടി. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ഇത് ഇവിടെ വെച്ച് ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോ തന്നെ വേണോ അമ്മാവത്? അതേടാ, ഇപ്പൊ തന്നെ എനിക്കറിയണം. നിനക്ക് വേണ്ടത് അമ്മയാണോ അതോ അവളെയാണോന്ന്? ശരി,
തീരുമാനം ഞാൻ പറയാം. ആ മോനെ ഇവര് പറഞ്ഞ ശരിയാമേ, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല. പ്രസവിച്ച് വളർത്തിയ അമ്മ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ആ കണ്ടടി, അവൻ എന്റെ മോനാ. അതുപോലെ ജീവിത അവസാനം വരെ സംരക്ഷിക്കാന്ന് വാക്ക് നൽകി ഞാൻ എന്റെ കൂടെ കൂട്ടിയ പെൺകുട്ടി അവള്. ചിത വരെ അവൾ എന്റെ ഒപ്പം ഉണ്ടാവും. അമ്മയ്ക്ക് എന്റെ ഒപ്പം താമസിക്കാം. ശാരികയായിട്ട് ഒത്തുപോവാങ്കിൽ മാത്രം. അയ്യോ, ഇവനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിനക്ക് മനസ്സിലായില്ലേ? അടങ്ങി ഒതുങ്ങി നിക്കാമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവരോടൊപ്പം താമസിക്കാം. അയ്യോ കൃഷ്ണൻകുട്ടി ചേട്ടാ, അങ്ങനെയൊന്നും വിചാരിച്ചോളല്ലേ. അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നല്ലേ സാർ ആദ്യം പറഞ്ഞത്. വിജയലക്ഷ്മി, അമ്മയോ ഭാര്യയോ ഉപേക്ഷിക്കാൻ പറ്റുമോ? എല്ലാരും സമാധാനായിട്ട് പോയാ. ഞങ്ങളായിട്ട് സമാധാനം കിടന്നുണ്ടാക്കുന്നില്ല. വിജയേ, നീ ഒന്നിങ്ങോട്ട് വന്നേ. വന്നേന്ന് ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് തിരിഞ്ഞു. കെട്ടിപ്പിടിക്ക് വിജയേ. ശാരി, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? കെട്ടിപ്പിടിക്ക്, കെട്ടിപ്പിടിക്ക്. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ എന്റെ മകനൊപ്പം നീ ജീവിക്കില്ലടി. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും വിജയലക്ഷ്മി. നിങ്ങളുടെ മകനെ ഞാൻ നിങ്ങളീ നടത്തിയെടുത്തിരിക്കും. വേണ്ട, ഒന്ന് രണ്ടെണ്ണം കൊടുത്തോട്ടെ സുനിതേ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ നോവും വേവും ഇവളറിയണം. ആന്റിയോ? എന്റെ അമ്മ അടിയത് നീ കാരണം. എന്റെ അമ്മയെ വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. എങ്ങനെ മനസ്സ് തോന്നിയടി നിനക്ക്? പ്രീതി, എന്റെ കുഞ്ഞു നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? പ്രീതി, മതി, ഇനി അടിച്ചാ ഞങ്ങക്ക് പണിയാം. എന്റെ കുഞ്ഞ് എന്ത് പഴിച്ചെന്ന് ഇവളെ കൊണ്ടത് പറയിക്കണം മാഡം. നമ്മളെല്ലാരെ പോലെ ഈ ഭൂമിയിലെ വെളിച്ചം കാണാൻ അതിനും ഇല്ലായിരുന്നു അവകാശം. അവനെ ഒന്ന് കൊഞ്ചിക്കാൻ, ആ മുഖം ഒന്ന് കാണാൻ പോലും ഇവൾ അനുവദിച്ചില്ലല്ലോ മാഡം. പോട്ടെ മോളെ. എഴുന്നേക്കടി. എഴുന്നേക്കടി. ആന്റി, ആന്റി. പ്ലീസ്.
ആന്റി ആന്റി അതെവിടെ തന്നെയാണല്ലോ വെച്ചിരുന്നത്. കാണുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. ശ്യാമ എത്തിയെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് പോരുന്നല്ലേ ഫോൺ ചെയ്തപ്പോ അവള് പറഞ്ഞത്. ആ മോളെ, നീ ചെന്ന് ഹോട്ടലൊന്ന് തുറക്ക്. എത്ര നേരമായിട്ട് അടച്ചിട്ടിരിക്കോ? ശരി. മോളെ, എന്താ ഇതൊക്കെ? എടി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അമ്മ ഒന്ന് പോയേ. എടി, എന്താ തെരയുന്നത്? പറയ്. എടി, എന്താ തെരയുന്നേന്ന്? എടി ശ്യാമേ, എടി നിന്നോടല്ല ചോദിച്ചത് എന്താ തെരയുന്നേന്ന്. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? അയ്യോ, അയ്യോ അമ്മ, എന്താ എന്താ അമ്മ, എന്താ പറ്റി? അവള് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ലടി, ചെറിയൊരു വേദന. വെള്ളം കൊണ്ട് തടവി അതങ്ങ് മാറിക്കോളും. എടി, ഇവളെന്തീ കാണിക്കുന്നേ? നീ എന്തായി കാണിച്ചേ? അവളുടെ ഒരു തെരച്ചിലും. നിന്നോടല്ലേ ചോദിക്കുന്നേ, നീ എന്തായി കാണിച്ചെന്ന്? ചേച്ചിക്ക് എന്തിന്റെ കേടാ? അങ്ങോട്ട് മാറ്. അയ്യോ, മോളെ ശാലിനി, എടി, ഇവളെന്തായി കാണിക്കുന്നേ? എന്താണാവോ കമ്മീഷണർ അമ്മയുടെ തിരുവെഴുന്നള്ളത്തിന്റെ ലക്ഷ്യം? വസുമതി കുഞ്ഞമ്മയുടെ നെറ്റിയിലെ മുറിവിന്റെ ആഴമളക്കാനാണെങ്കിൽ അത് ഉണങ്ങി. ആ കേസ് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നല്ലോ വസുമതി അമ്മേ. അതിനൊപ്പം പ്രീതി മറ്റൊരു പരാതി നൽകിയിരുന്നല്ലോ. പായസത്തിൽ വിഷം ചേർത്ത് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കൊന്നെന്ന്. അതെ, ആ കേസിൽ അന്ന് കാട്ടിയ ശുഷ്കാന്തിയൊന്നും പിന്നെ വസുമതിയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. കേസന്വേഷണം നിങ്ങളുടെ ചുമതലയാണല്ലോ. പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. തീർച്ചയായും. അപ്പോ കേസിൽ സുസ്മിത അറസ്റ്റിലായ വിവരവും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി വേണം. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. കേസ് തെളിഞ്ഞാൽ മാത്രം മതി. ഷോ, അവളെ അകത്തേക്ക് കൊണ്ടുവാ. അവളെയും കൊണ്ടുവാ. അർജുൻ, വേണ്ട. അർജുൻ, പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയാണ് സുസ്മിത. അവളുടെ ദേഹത്തൊരു പോറൽ പോലും വീഴാൻ പാടില്ല. ഇല്ല മാം, ഇവളെ കൊണ്ട് എനിക്ക് പറയിക്കണം. എന്തിനാണ് ഇവൾ ഈ മഹാപാപം ചെയ്തതെന്ന് ആര് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ കൊന്ന് ചോര കുടിച്ചെന്ന്.
ഏയ്, അതൊക്കെ പോലീസിന്റെ ജോലിയാണ് അർജുൻ. നിങ്ങളുടെ 2 ചോദ്യങ്ങൾക്കും ഞങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടി ഇവളി കൃത്യം ചെയ്തു? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് രണ്ടാമതെത്താം. ഇവളെ കൊണ്ട് ആരിത് ചെയ്യിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ അത് എളുപ്പമാവും. എങ്കിൽ മാം പറയണം, ആർക്ക് വേണ്ടിയാ, ആർക്ക് വേണ്ടി ഇവളിത് ചെയ്തെന്ന്? യെസ്, അക്കാര്യം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആർക്ക് വേണ്ടിയാണ് താനിത് ചെയ്തതെന്ന് സുസ്മിത തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അന്വേഷണത്തിൽ സുസ്മിതയുടെ മൊഴി വിശ്വാസയോഗ്യമാക്കുന്ന തെളിവുകളും ഉണ്ട്. ഇനി കേസിലെ പ്രധാന പ്രതിയെ കസ്റ്റഡിയിലെടുക്കേ വേണ്ടൂ. എങ്കിൽ എന്തിനു മടിച്ചു നിൽക്കണം മാം? അറസ്റ്റ് ചെയ്യണം, അതാരായാലും. പണിയെല്ലാം പാളിയല്ലോ. ഭാമാന്റിയുടെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. പ്രീതിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ആദ്യത്തെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഒരു സമ്മാനമുണ്ട്. 1 കോടി രൂപ. സീമന്തം കഴിഞ്ഞതോടെ സത്യഭാമയും വസുമതിയും കേറിയും ഒട്ടി. പ്രീതിയെ വസുമതി സ്വീകരിച്ചതോടെ ഭാമാന്റിക്ക് ശാലിനിയോടുള്ള പിണക്കവും മാറി. ആ രോഹിത്താണെങ്കിൽ മണം പിടിച്ച് സത്യഭാമയുടെ വീട്ടുപടിക്കൽ വരെ എത്തി. ഇനി ഞാൻ അവിടെ നിൽക്കുന്നത് ബുദ്ധിയെല്ലാം തോന്നുന്നു. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടാലോ. അമ്പലത്തിലെ ഉത്സവം ഇത്തവണ തെക്കേക്കരക്കാരല്ല, പുത്തേഴുത്തുകാർ നടത്തും. പുത്തേഴുത്ത് വസുമതി കുഞ്ഞമ്മ. അവര് പറഞ്ഞ റേറ്റ് എത്രയാന്ന് പറ. അതിനേക്കാളും 2-3 ലക്ഷം കൂടുതലിടും വസുമതി. ആ, അമ്പല കമ്മിറ്റി കൺവീനറോടും ട്രഷററോടും എന്നെ വീട്ടിൽ വന്ന് കാണാൻ പറയും. ഒരു മിനിറ്റേ, ഞാനിപ്പോ വിളിക്കാം. എടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. മോളെ സുസ്മിതേ. ഇവരോ? എന്താ ആന്റി? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. എന്തായാലും നിന്നെ കണ്ടത് നന്നായി. അല്ല, ആന്റി ഇപ്പൊ അവിടുന്ന് പോയതല്ലേ ഉള്ളൂ. എന്താ, എന്തെങ്കിലും മറന്നു വെച്ചോ? അതല്ല, പ്രീതിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഗർഭിണിയായിരിക്കല്ലേ അവള്. കുറച്ച് കുങ്കുമപ്പൂവും ഉണക്കമുന്തിരിയും ബദാമും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഓ, ഇനി നീ ഇതങ്ങ് കൊടുത്താ മതി. ഇതെന്താ ആന്റി? ഇത് പ്രോട്ടീൻ പൗഡറാ. ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ കുറവുണ്ടായാലും ഇതുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. കുട്ടിക്ക് ദേഹോപദ്രവം ഏറ്റോ? പെട്ടെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് ആർക്കും അത് ഉൾക്കൊള്ളാനായെന്ന് വരില്ല. തന്റെ കുടുംബത്തിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ഉണ്ടാവാൻ ആരും ആഗ്രഹിക്കാറുമില്ല. പക്ഷേ മിക്ക കുടുംബങ്ങളും
ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ്. ഇതുപോലെയുള്ള ചെറിയ കുട്ടികളാണ് കൂടുതലും ഇരകളാകുന്നു എന്നുള്ളതാണ് ഖേദകരം. സ്കൂളിലെ തുടങ്ങുന്നു. സിവിൽ സർവീസ് എക്സാം ഒക്കെ പാസ്സായതല്ലേ ഇയാള്? കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കാം. സ്വന്തം കുടുംബത്തിലേക്ക് ഇത്തരം ഒരു ദുരന്തം വന്നു കയറുമ്പോ ഒരു എക്സാമും പിന്തുണയായിട്ടുണ്ടാവില്ല ഡോക്ടർ. ജീവിത പരീക്ഷയിൽ തോറ്റുപോയ പോലെ തോന്നും. ശരിയാണ്. പക്ഷേ മയക്കുമരുന്നിന് അടിമയായ ഒരാളെ ഒരു പേഷ്യന്റ് ആയിട്ട് തന്നെ കാണണം നമ്മള്. ട്രീറ്റ്മെന്റിലൂടെ അയാളെ ജീവിതത്തിലേക്ക് മടക്കി വിളിക്കണം. ഇത്തരം കേസുകളിൽ പേഷ്യന്റല്ല, പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ ക്ഷമയും സഹനവുമാണ് പ്രധാനം. മയക്കുമരുന്ന് കിട്ടാത്ത വിഭ്രാന്തിയിൽ പേഷ്യന്റ് ചിലപ്പോ നമ്മളെ ആക്രമിച്ചെന്ന് വരെ വന്നേക്കാം. അതെല്ലാം ക്ഷമയോടെ നേരിടണം, പിടിച്ചു നിൽക്കണം. അത് ചെയ്യുന്നത് അവരല്ല എന്നുള്ള ബോധം ആദ്യം മനസ്സിലുറപ്പിക്കണം. പേവിഷബാധ ഏറ്റൊരാൾ സ്വന്തം അച്ഛനെയോ അമ്മയെയോ ആക്രമിച്ചെന്ന് വന്നേക്കാം. സ്വബോധത്തോടെ അല്ലല്ലോ അതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോ നമുക്ക് തോന്നാം, ഒരു തെറ്റും ചെയ്യാത്ത നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു, എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ എന്നൊക്കെ. നമുക്കേ അത് താങ്ങാനുള്ള കരുത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നെ ഇത് തന്നുവെന്ന് മനസ്സിലാക്കണം. ജീവിതം പലപ്പോഴും ജീവിച്ചു തീർക്കലല്ല, അതിജീവനം കൂടിയാണ് കുട്ടി. ഏറ്റവും പ്രധാനം, ഒരാത്മഹത്യക്ക് വരെ സാധ്യതയുണ്ട്. അയ്യോ ഡോക്ടറെ, 5 ദിവസം കണ്ണിമ ചിമ്മാതെ കാവലിരിക്കണം. അതേ ഉള്ളു വഴി. അതോടെ നമുക്ക് നമ്മുടെ ശ്യാമയെ മടക്കി കിട്ടും, പഴയ അതേ മിടുക്കി കുട്ടിയായിട്ട്. ഈശ്വര, വിഷമിക്കണ്ട, ഒരു ഫോൺ കോൾ ദൂരത്തിൽ ഞാനുണ്ടാവും. ആ പിന്നെ വെള്ളം ധാരാളമായിട്ട് കൊടുക്കണം. എപ്പോഴും വയറ് നിറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. ഗ്ലൂക്കോസ് ചേർത്ത പഴങ്ങൾ കൊടുക്കാം. ഒരുപാട് നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാതിരിക്കുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ.
വിഷ്ണുട്ടാ, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. പറഞ്ഞു. അത് ശ്യാമയില്ലേ, അവള് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ബാഗിൽ നിന്ന് ഞങ്ങൾക്കത് കിട്ടി. വിഷ്ണുട്ടൻ എന്താ അത് കേട്ടിട്ട് ഒരു ഭാവ വ്യത്യാസം ഇല്ലാത്തത്? ഞാനത് അറിഞ്ഞു. അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു? കോളേജിലെ കൂട്ടുകെട്ടാണ് ശ്യാമ ഡ്രഗ്സിലേക്ക് എത്തിച്ച്. അവിടെ ഒരു സ്ഥിരം ഗ്യാങ് തന്നെയുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിട്ട്. യാദൃശ്ചികമായ ഒരു രസത്തിന് വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചല്ല ശ്യാമ. മെല്ലെ മെല്ലെ അവൾ അതിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിഷ്ണുവേട്ടൻ എങ്ങനെ ഇതെല്ലാം? രാജീവ് സാർ എന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോ എന്തൊക്കെയായി കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്? കുറ്റം അവളുടെ മാത്രമല്ല, കോളേജിൽ പഠിക്കാൻ വിടുമ്പോ അമ്മയും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഞാനെന്ത് ശ്രദ്ധക്കുറവ് കാട്ടിന്നടി? കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എപ്പോ പോകുന്നു, എപ്പോ വരുന്നു? അവര് പറയുന്ന സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളതാണോ? ഇവരെല്ലാം ആരോടൊക്കെ കൂട്ടുകൂടുന്നു? സ്വഭാവത്തിൽ ഇതുപോലെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതൊക്കെ നോക്കേണ്ടത് അമ്മമാര് തന്നെയാ. ഇടി, പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അവള് പറയുന്ന പല കള്ളങ്ങളും കണ്ണടച്ച് വിശ്വസിച്ചു എന്നുള്ള നേരാ. അത് അവളോടുള്ള സ്നേഹം കൊണ്ടാ. ശാരദയെ മക്കളെ ചതിക്കില്ല എന്നുള്ള പൊട്ട വിശ്വാസം. അമ്മ അങ്ങനെയൊക്കെ പറയും. മയക്കുമരുന്നിന് അടിമയായവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും മയക്കുമരുന്ന് സംഘടിപ്പിക്കുക. അതിനെതിരെ നിൽക്കുന്നവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കള്ളക്കഥകൾ ഉണ്ടാക്കുക. താനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ എന്തൊക്കെ കള്ളങ്ങൾ പറയാമോ ചെയ്യാമോ അതെല്ലാം ചെയ്യും. താൻ വെറുതെ ശാരദാമ്മയെ കുറ്റം പറയണ്ട. ഇനിയിപ്പോ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഇതൊന്നും അത്ര എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അല്ല, ശ്യാമ എവിടെയാ? പെട്ടെന്നുള്ള ദേഷ്യത്തില് ഇവള് ശ്യാമയെ കുറെ തല്ലി. വേണ്ടിയിരുന്നില്ലടോ. പിന്നെ ഇവള് വിളിച്ചിട്ട് ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചു. അപ്പം മയക്കത്തിലായിരുന്നു. ഇപ്പൊ ചിലപ്പോ ഉണർന്നിട്ടുണ്ടാവും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സത്യഭാമയും പ്രീതിയും ശാലിനിയും സുസ്മിതയും എല്ലാവരും ചേർന്നുള്ള ഒരു കളി.
പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിച്ച കേസില് സത്യഭാമയ്ക്കെതിരെ പരാതി കൊടുക്കാൻ അമ്മയെ വിളിച്ചു പറഞ്ഞത് ആരാന്നറിയോ ഏട്ടന്? സുസ്മിത. സുസ്മിതയോ? അതെ, സുസ്മിത തന്നെ. സത്യഭാമയെ കൈവിലങ്ങണയിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോ സത്യഭാമയും സുസ്മിതയെല്ലാം ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. കുറച്ചു നേരത്തേക്ക് കയ്യിൽ വിലങ്ങിട്ട് നിന്നതല്ലേ ഉള്ളൂ സത്യഭാമ. ഈ കളിയുടെ അവസാനം അമ്മയും ജയിലിൽ എത്തിക്കാവുന്ന അവരപ്പോഴേ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ശാലിനിയുടെ അമ്മ ശാരദാമ്മയ്ക്ക് സ്വന്തം മകളെ പോലെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി. അവർ സ്റ്റേഷനിലേക്ക് വന്നത് വിഷ്ണുവിനെയും സത്യഭാമയും മോചിപ്പിച്ചതും യാദൃച്ഛികമാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു അവരുടെ വിചാരണ. നീതി നടപ്പാക്കുന്നു കരുതി അത് കണ്ടു നിന്ന് നമ്മൾ വിഡ്ഢികളായി. ആ കമ്മീഷണർ അമ്മയെ ഇത്രയും അവിടെ വെച്ച് ആക്ഷേപിച്ചത്. എതിർപക്ഷത്തായിരുന്ന ഏട്ടൻ അതെല്ലാം കണ്ട് രസിച്ചു നിന്നു. സത്യഭാമയെ രക്ഷിക്കാൻ ഫോറൻസിക് തെളിവ് നൽകാന്ന് ശാലിനി പറഞ്ഞപ്പോഴേ സംശയിക്കേണ്ടതായിരുന്നു. പായസത്തിൽ വിഷമുണ്ടായിരുന്ന കാര്യം ശാലിനിക്ക് നേരത്തെ തന്നെ അറിയില്ലായിരുന്നെങ്കിൽ അവൾ എങ്ങനെയാ ഏട്ടാ സ്റ്റേഷനിൽ വെച്ച് ആ തെളിവിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയത്? ശാലിനിക്ക് എല്ലാം അറിയായിരുന്നു ഏട്ടാ. അമ്മ കൊടുത്ത പ്രോട്ടീൻ പൗഡറിനൊപ്പം വിഷം ചേർത്ത് നടക്കാം. അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഒരു രാത്രി ലോക്കപ്പിൽ ഇട്ടില്ലേ? അതിന്റെ പക ശാലിനി ഭയങ്കര നിഷ്കളങ്കയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണോ ഇപ്പോഴും ഏട്ടൻ? നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കുന്നത് സത്യഭാമയ്ക്ക് ഇഷ്ടമല്ല. ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി സത്യഭാമ പായസത്തിൽ വിഷം കലർത്തിയ കാര്യം ഒരുപക്ഷെ ശാലിനി അറിയാണില്ല. പക്ഷേ ആ വീട്ടിൽ പലർക്കും അത് അറിയായിരുന്നു. അല്ലെങ്കിൽ മറ്റാരും ആ പായസം കഴിക്കാതിരുന്നത് എന്താ? അമ്മേ, പായസം റെഡിയോ മോളെ, ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ എനിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് മതി, ഇവിടെ പോലല്ല. അതെ, അതാ നല്ലത്. എനിക്കും അങ്ങനെ തന്നെ മതി. ആ